അന്ന് നമ്മൾ ധാവണിയൊക്കെ ഉടുത്ത കനകമായിരുന്നു. സോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ധാവണി സ്റ്റിച്ച് ചെയ്യുന്നു, പിറ്റേ ദിവസം നമ്മൾ ഷൂട്ടിന് പോകുന്നു, അവിടെ പോകുന്നു, മുട്ടുപറിക്കുന്നു. എത്ര ടേക്ക് പോയി ഫസ്റ്റ് ഡേ? ഫ്രാങ്ക്ലി സ്പീക്കിംഗ് വലിയ ടേക്സ് അങ്ങനെയല്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഡയറക്ടർ സാറും ബാലു ചേട്ടനുമാണ്. ഓക്കെ, കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ കാല് വിറയ്ക്കുന്നത് ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ഉപ്പുമുളക് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ലൈവാണ്, സിങ് സൗണ്ടാണ്, നമ്മുടെ ഓരോ ആക്ഷൻസും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ടേ അടുത്ത ആൾ പറയാൻ പാടുള്ളൂ. യു ഷുഡ് നോ ദാറ്റ് ക്യൂ വാട്ട് ഒരാൾ എന്താ പറയുന്നത്, അതിന് എന്ത് ഇമോഷൻ, നമുക്കതൊന്നും അറിയാതെ ബ്ലാങ്കായിട്ട് നിൽക്കുമ്പോൾ ഡയറക്ടർ സാറ് വളരെ നന്നായിട്ട് ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞുതരും, ഇന്നതാണ് കനകം എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുന്നു. പിന്നെ ബാലുചേട്ടനും കനകം ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഇങ്ങനെയാണ് നിൽക്കണ്ടേ, ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു പേസിലാണ് കനകം എന്നുള്ള ക്യാരക്ടർ പോയത്. അതിന് ശേഷം സിനിമ വരെ അഭിനയിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സൂപ്പർ ഹിറ്റായിട്ട് പോയ നമ്മുടെ വാഴ സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു? ഈ ഉപ്പുമുളകും ത്രൂ ആണോ വന്നത്? അത് ശരിക്കും പറഞ്ഞൊരു ഭാഗ്യമാണ്. വാഴ എസ്പെഷ്യലി ചെയ്തത് ആക്ച്വലി ആ റോള് വേറെ ആരോ ചെയ്യാൻ ഉണ്ടായിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എന്തോ കാരണം കൊണ്ട് അത് മിസ്സായി, അപ്പോൾ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തലേദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭാസ്കർ അരവിന്ദ് എന്ന് പറഞ്ഞിട്ട്. ഭാസ്കറിൻ്റെ ഫ്രണ്ടാണ് ആ ക്രൂവിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ചേച്ചി നാളെ ഒന്ന് ഷൂട്ടിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയതാ. പക്ഷെ പോകുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ പോവാണെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോമോൻ്റെ ഉമ്മയാണ്, നോബി ചേട്ടൻ്റെ വൈഫാണ്. കൂടുതലൊന്നും നമ്മൾ അറിയണ്ടല്ലോ. പിന്നെ വിപിൻദ സാറിൻ്റെ മൂവിയിൽ ഒരു ചാൻസ് കിട്ടുക, ഒരു പാസിംഗ് റോൾ ആണെങ്കിലും പോയി നിൽക്കാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒന്നും ആലോചിച്ചില്ല, നേരെ പോയി വർക്ക് ചെയ്തു. ബട്ട് താങ്ക് ഗോഡ് ഇറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. എസ്പെഷ്യലി ആ ഡയലോഗ് ഹിറ്റായപ്പം അത് ഡിസ്നിയുടെ ആഡിൽ വരെ വന്നപ്പം ഇതിനീടെ വലിയൊരു എന്താ പറയുക, ലോട്ടറി കിട്ടാനില്ലല്ലോ. അതെ, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം സീസൺ 3 പൊക്കോണ്ടിരിക്കണേ. സീസൺ 3 ചില ഇൻസിഡൻ്റ് ഒക്കെ അതിലുണ്ടായി, എല്ലാം ന്യൂസസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അവിടുന്ന് എല്ലാവരും പറഞ്ഞു ഇനി ഉപ്പുമുളകും ഉണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ വരുന്നത് രണ്ടാമത്. പക്ഷെ ഇപ്പം മില്യൺസാണ് വ്യൂവേഴ്സ്. അപ്പം ഈ വ്യൂവേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഉപ്പുമുളകും എന്നുള്ളൊരു ബ്രാൻഡാണ്. നമ്മൾ 9 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബ്രാൻഡ് ഇന്നും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അവസരം കിട്ടുക, നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ ആ പ്രോഗ്രാമിനോട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്. എത്ര വില കൊടുത്താണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും ആ പ്രോഗ്രാം മുന്നോട്ട് പോകണമെന്നേ അന്നും ഇന്നും എന്നും ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കൊരു ബ്രാൻഡാണ് ഉപ്പുമുളക്. നമ്മൾ വർക്ക് ചെയ്തില്ലോ, പക്ഷെ നമ്മൾ ഒരു എപ്പിസോഡ് അതിൽ ചെയ്തിട്ടുണ്ട്, ആ പ്രോഗ്രാം റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആസ് എഫ് വി ആർ വർക്കിംഗ്. ഞാൻ അന്നും ഇന്നും അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സീസൺ 3 ഇങ്ങനെ കനകം വരാൻ പറ്റുമോ ചോദിച്ചു. ഇപ്പം ഞങ്ങൾ കൊച്ചിയിൽ തന്നെയാണ് താമസിക്കണം. ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിളി വന്നു, ഡെഫിനറ്റ്ലി വി ആർ റെഡി ടു വർക്ക്. അത് ഇപ്പം നല്ല മില്യൺസ് ഓഫ് വ്യൂസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ എപ്പിസോഡൊന്ന് കാണും. ഓക്കെ, എത്ര പേര് കണ്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ കമൻസ്. ഞാൻ ഇരുന്ന് എല്ലാ കമൻസും ഞാൻ വായിക്കും, എന്നിട്ടേ കിടന്നുറങ്ങുള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.